ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേൽ ഇറാൻ വാർ, ആ ടെൻഷൻ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു വെല്ലുവിളി ആയിരുന്നെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് സ്റ്റാൻഡ് എടുക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വലിയ റിസ്ക് എടുക്കാതെ അവരുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പാനിക്കായിട്ട് ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് അക്രോസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകളായാലും യൂറോപ്യൻ മാർക്കറ്റ് ആയാലും ഏഷ്യൻ മാർക്കറ്റ് ആയാലും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഡി എസ്കലേഷൻ എഫേർട്ടുകൾ, പ്രത്യേകിച്ച് വാറ് ഈ ഒരാഴ്ചക്കുള്ളിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷ പൊതുവെ മാർക്കറ്റ് വെച്ച് പുലർത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഓയിൽ പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി കാണാനും സാധിക്കുന്നുണ്ട്. കാരണം WTI ക്രൂഡ് നമ്മൾ കാണുന്നത് ഇന്ന് ചെറിയ തോതിൽ താഴത്തേക്ക് വന്നു എന്നുള്ളതാണ്. 0.56% അത് ഡൗൺ ആയിട്ട് കാണാം. അതുപോലെ ബ്രന്റ് ക്രൂഡും 0.53% ഡൗൺ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു ക്രൂഡ് ക്രൈസിസ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം ഉണ്ടാകാൻ പോകുന്നത് ഇറാന് അവരുടെ ആ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അഥവാ ഹോർമസ് കടലിടുക്ക് അതിലൂടെയുള്ള ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ തടയപ്പെടുകയാണെങ്കിലാണ് വലിയൊരു സ്പൈക്ക് ക്രൂഡ് ഓയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം അത്തരമൊരു സാധ്യത ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. അത്തരമൊരു സാധ്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വാറിൽ ഒരു സമാധാനത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റ് വലിയ തോതിൽ പാനിക് ആവാതെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവാണ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും വളരെയധികം ചെറിയ പിക്കിംഗ് ആയിട്ട് പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ ജോഗ്രഫിക്കൽ ഷോക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ ഒരു വലിയ വാർത്ത അല്ലാതായതും മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ വാർ എസ്കലേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വാർ സമയത്തും അതുപോലെ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായ ഒരു പാനിക് അല്ലാതെ പിന്നീട് ആ ഒരു യുദ്ധം തുടരുന്നുണ്ടെങ്കിലും അവിടെ ഒരു പാനിക് സെല്ലിങ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിലേക്ക് നല്ല തോതിലുള്ള ഒഴുക്ക് ഉണ്ട്. കൂടാതെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ബേസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ആ ഒരു ബുള്ളിഷ്നെസ്സും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മാർക്കറ്റിനെ വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ബ്രോഡ് മാർക്കറ്റുകളിലും ഒരു ബൈങ് നല്ലവണ്ണം ദൃശ്യമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നിഫ്റ്റി 50 തന്നെ 24,732 എന്നുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 24,967 വരെ നിഫ്റ്റി അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ 25,000 മുകളിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് 227 പോയിൻ്റ് അപ്സൈഡ് പോയിട്ടും അത് 24,946 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെ ഒരു ക്രാഷിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച് മാർക്കറ്റിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ട്രേഡേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇത് അവരെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 25,000 മുകളിൽ നിഫ്റ്റി പോകാത്തത് കൊണ്ട് തന്നെ ആ ഒരു അപകടം എന്നും തരണം ചെയ്തു എന്ന് പറയാനായിട്ടില്ല. കാരണം ഇപ്പോഴും ആ ഒരു കൺസോളിഡേഷൻ ഫേസിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ ഈ ഇറാൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ വാർ എസ്കലേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, അത് ഓയിൽ പ്രൈസിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള വർധന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ 24,700, 24,800 എന്നുള്ള ഈ നിലവിലുള്ള ഈ ഒരു ലെവല്, ആ ലെവലിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ലെവല് മീഡിയം ടു ഷോർട്ട് ടേം ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ മെയ് 2025 വരെയുള്ള ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 100-ലധികം മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന 216ഓളം കോമൺ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു 216ഓളം സ്റ്റോക്കുകളിൽ ഏകദേശം 66 സ്റ്റോക്കുകൾ 10% കൂടുതൽ റിട്ടേൺ ഈ 2025 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള ആ ഒരു 5 മാസങ്ങളിൽ നൽകിയതായിട്ട് കാണാം. അവയിൽ 12ഓളം സ്റ്റോക്കുകൾ 35% റിട്ടേൺ ഈ ഒരു 2025 ജനുവരി മുതൽ ഇതുവരെയുള്ള ഡാറ്റകളിൽ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഒരു സ്റ്റോക്കിൽ താല്പര്യം കാണിക്കുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് ആ സ്റ്റോക്കിൽ ഉണ്ടാവുകയാണ്. ആ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ താല്പര്യം കാണിക്കുന്ന സ്റ്റോക്കുകൾ ആ ഒരു മൊമെൻറ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും.
അത്തരത്തിലുള്ള 12ഓളം സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊന്ന് നമ്മൾ കാണുന്നത് സോളാർ ഇൻഡസ്ട്രീസ് ആണ്. ഇത് കഴിഞ്ഞ 5 മാസം 72% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. 163ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇത് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് ആണ്. ഇത് 105ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 66% റിട്ടേൺ ആണ് കഴിഞ്ഞ 5 മാസങ്ങളിൽ ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്തത് SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ആണ്. ഇത് ജനുവരി മുതൽ ഈ മെയ് വരെയുള്ള ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഈ മെയ് മാസം വരെ 48% റിട്ടേൺ ആണ് ഇത് നൽകിയത്. 172ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതുപോലെ ഗ്ലാക്സോ സ്മിത്ത് ഫാർമസ്യൂട്ടിക്കൽസ് 49% റിട്ടേൺ നൽകിയിട്ടുണ്ട്. 104ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഇവർ 41% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. 122ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ചോളമണ്ഡലം ഫൈനാൻഷ്യൽ ഹോൾഡിങ്സ് ആണ്. 42% റിട്ടേൺ ആണ് ഇത് ഈ വർഷം ഇതുവരെ നൽകിയിട്ടുള്ളത്. 110ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് നവീൻ ഫ്ലൂറിൻ ഇന്റർനാഷണൽ ആണ്. ഈ വർഷം ഇതുവരെ 36% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. 115ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. 149ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ സ്റ്റോക്ക് കോമൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു വർഷം തുടക്കം മുതൽ ഈ മെയ് മാസം വരെ 37% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് SRF ആണ്. 40% റിട്ടേൺ ആണ് ഈ ഒരു വർഷം ഇതുവരെ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. 170 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ സ്റ്റോക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ബജാജ് ഫൈനാൻസ് ആണ്. ഇത് 37% റിട്ടേൺ ആണ് നൽകിയത്. 419ഓളം സ്കീമുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. അപ്പോൾ ഇവിടെ പരാമർശിച്ചതിൽ ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ട് സ്കീം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫൈനാൻസ്. ഇതൊന്ന് ആദിത്യ ബിർള ക്യാപിറ്റൽ ആണ്. 108ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 38% റിട്ടേൺ ആണ് ഈ വർഷം ഇതുവരെ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് മാക്സ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. 43% റിട്ടേൺ ആണ് ഈ വർഷം തുടക്കം മുതൽ മെയ് വരെ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. 213ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചും പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. Thank you for watching. See you next time with another video.